നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2025 അശ്വതി നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഗുണഫലങ്ങളാണ് നൽകുന്നത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ജ്യോതിശാസ്ത്ര പ്രകാരം അശ്വതി നക്ഷത്രം 27 നക്ഷത്രങ്ങളിൽ ഒന്നാമത്തെ നക്ഷത്രമാണ്. ഓരോ നക്ഷത്രവും 4 പാദങ്ങളാണുള്ളത്. അശ്വതിയുടെ 4 പാദങ്ങളും മേടം രാശിയിലാണ്. മേടം രാശിയുടെ സ്വരൂപം ആടിന്റെ സ്വരൂപമാണ്. ആയതിനാൽ അശ്വതി ആടിനെ പോലെ പെട്ടെന്ന് എടുത്ത് ചാടുന്ന പ്രകൃതം കാണിക്കും. മേടം ആടിനെ പോലെ എന്നാണ്. അപ്പൊ മേടം രാശിയിലുള്ള അശ്വതി നക്ഷത്രം ആടിനെ പോലെ എടുത്തു ചാടുന്ന സ്വഭാവ ഗുണമുള്ളവരായിരിക്കും. എന്തെങ്കിലും അയവിറക്കുന്നത് പോലെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതും സ്വാഭാവികമാണ്. ദേവഗണമാണിവർ. ദേവഗണത്തിലായതിനാൽ ദേവപൂജകളിൽ താല്പര്യമുണ്ടായിരിക്കും. ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഇവർ ദേവപൂജകൾ ചെയ്തവർ ആവാം. അതിനാൽ ഇവർക്ക് എപ്പോഴും ഒരു ദൈവ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിന്നെ ഒന്നാമത്തെ നക്ഷത്രമല്ലേ, അതുകൊണ്ട് ഞാൻ എന്ന ഭാവം എല്ലായിടത്തും ഞാൻ എന്ന ഭാവം പ്രകടിപ്പിക്കും. അശ്വതിയുടെ അനുജന്മ നക്ഷത്രങ്ങൾ മകവും മൂലവും ആണ്. കേതു ദശയിലാണ് ഇവർ ജനിച്ചിരിക്കുന്നത്. കേതു അഥവാ ശിഖി ദശയിലാണ് ഇവർ ജനിച്ചിരിക്കുന്നത്. അപ്പൊ ദശാനാഥൻ കേതു ആണ്. അതിനാൽ ഗണപതിയെയും അന്നപൂർണേശ്വരിയെയും പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. മേടം രാശിയിലാണ് അശ്വതി നക്ഷത്രം. അതുകൊണ്ട് രാശ്യാധിപനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും. മാത്രവുമല്ല ദശാനാഥനും ഉപാസനാമൂർത്തി ഗണപതിയാണ്. അപ്പൊ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും ഇവർക്ക് ഏറ്റവും നല്ല ശുഭഫലങ്ങൾ നൽകും. മേടൻ രാശിയുടെ അധിപൻ സുബ്രഹ്മണ്യ സ്വാമിയുമാവാം ഭദ്രയുമാവാം. അതുകൊണ്ട് ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ഗുണഫലങ്ങൾ നൽകും. ചൊവ്വാഴ്ച ചുവന്ന വസ്ത്രം ധരിക്കുന്നതും ചെമ്പവിഴം ധരിക്കുന്നതും ചുവന്ന പട്ട് ധരിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും പിടിപ്പണം സമർപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ജന്മനക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രത്തിലും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ആണ്ടവന് പനിനീരഭിഷേകം കഴിക്കുന്നതും ദേവിക്ക് ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുന്നത് ഭദ്രദീപം തെളിയിക്കുന്നത് കടുംപായസം വഴിപാട് കഴിക്കുന്നത് പഞ്ചാമൃതം വഴിപാട് കഴിക്കുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. കേതൂർ ദശയിൽ ജനിച്ചതുകൊണ്ട് ദശാനാഥനായ കേതു പ്രീതി വരുത്തുന്നത് ഉത്തമമാണ്. കേതുപ്രീതിക്കായി വരാഹി ദേവിയെയും പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. മഹാഗണപതിയെ പുലർച്ചെയും വരാഹി ദേവിയെ രാത്രികാലങ്ങളിലും പൂജിക്കുന്നത് എന്ത് ആഗ്രഹവും സാധിച്ചു തരുന്നതിന് അനുഗ്രഹം ലഭിക്കുന്നതിനും അനുകൂലമാണ്. ക്യാറ്റ്സൈ അല്ലെങ്കിൽ വൈഡൂര്യ രത്നമാണ് ഇവർ ധരിക്കേണ്ടത്. ക്യാറ്റ്സൈ അല്ലെങ്കിൽ വൈഡൂര്യ രത്നം വെള്ളിയിൽ കെട്ടി വെള്ളിയാഴ്ച ദിവസം ധരിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. പുരുഷ യോനിയിലാണ് ജനിച്ചിരിക്കുന്നത്. ഇവരുടെ ദേവത അശ്വിനി ദേവതകളാണ്. അതുകൊണ്ട് വൈദ്യശാസ്ത്രത്തിൽ അല്പസ്വല്പം പ്രാവീണ്യം ഉണ്ടായിരിക്കും. ഭൂമിയാണ് ഇവരുടെ ഭൂതം. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളിൽ ഭൂമിയാണ് ഇവരുടെ ഭൂതം. അതുകൊണ്ട് ഇവരെന്ത് കൃഷി ചെയ്താലും നല്ല ഫലം പ്രതീക്ഷിക്കാം. കൃഷിക്ക് പറ്റി അശ്വതി നക്ഷത്രത്തിൽ കൃഷി ചെയ്യുന്നത് വളരെ നല്ലതാണ്. നക്ഷത്രത്തിന്റെ മൃഗമാണെങ്കിൽ കുതിരയും വൃക്ഷം കാഞ്ഞിരവും പക്ഷി പുള്ളുമാണ്. ജന്മനക്ഷത്രത്തില് അതായത് നക്ഷത്ര ദേവതയെയും നക്ഷത്ര മൃഗത്തെയും അതുപോലെ നക്ഷത്ര വൃക്ഷത്തെയും ആദരിക്കുന്നതും പൂജിക്കുന്നതും അവരെ ഉപദ്രവിക്കാതിരിക്കുന്നതും
ഗുണഫലങ്ങൾ നൽകും. ഭരണിയും പൂരവും പൂരാടവുമാണ് അശ്വതി നക്ഷത്രത്തിന്റെ ധനനക്ഷത്രങ്ങൾ. ധനമിടപാടുകൾ ഭരണി, പൂരം, പൂരാടക്കാരുമായി ചെയ്യുക. അതുപോലെ ക്ഷേമ നക്ഷത്രങ്ങൾ രോഹിണി, അത്തം, തിരുവോണം. ഇനി ഇവർ കേതുവിൽ ജനിച്ചിരിക്കുന്നതിനാൽ ബാല്യത്തിൽ ഒരുപാട് ഗണ്ണാന്ത ദോഷങ്ങൾ, കഷ്ടകാലങ്ങൾ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. ആദ്യപാദത്തിൽ ജനിച്ചിരുന്നാൽ ചിലപ്പോൾ ബാലപീഠകളൊക്കെ ഉണ്ടാവും. ഒരുപാട് ചൊറി, ചെരങ്ങ്, ദൃഷ്ടിദോഷങ്ങള്, ഒരുപാട് അസ്വാസ്ഥ്യങ്ങൾ വരാം. അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ചിലപ്പോൾ പലവിധത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാവാം. ഒന്നാമത്തെ പാദത്തിലാണെങ്കിൽ മാതാവിന്, രണ്ടാമത്തെ മാതാ, പിതാ, മാതുലൻ, താൻ എന്നാണ് പറയുക. ആദ്യ പാദത്തിലാണ്, അശ്വതിയുടെ ആദ്യ പാദത്തിലാണ് ജനിച്ചെങ്കിൽ മാതാവിന് അല്പാരിഷ്ടതകളും, രണ്ടാം പാദത്തിലാണെങ്കിൽ പിതാവിന് അല്പാരിഷ്ടതകളും, മൂന്നാം പാദത്തിലാണെങ്കിൽ അമ്മാവിന് അല്പാരിഷ്ടതകളും, നാലാം പാദത്തിലാണെങ്കിൽ കുട്ടിക്ക് തന്നെ അല്പാരിഷ്ടതകളും വരാം. അപ്പൊ ബാലാരിഷ്ടത ഉള്ളത് കൊണ്ട് ആദ്യത്തെ 4 വർഷക്കാലം അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 3.5 വയസ്സ് വരെയൊക്കെ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കാം. കേതൂർ ദശ കഴിഞ്ഞാൽ പിന്നെ 20 വർഷം ശുക്രദശയാണ്. ശുക്രദശയിൽ ഇവർ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് വീടിനും കുടുംബത്തിനും കുടുംബത്തിലുള്ളവർക്കും അവർക്കും എല്ലാം സൗഭാഗ്യങ്ങൾ നൽകുന്ന നക്ഷത്രമാണ്. സ്വയം ഇണയെ കണ്ടെത്തുന്നത് വരെ ഇക്കാലയളവിൽ ആകാം. വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിക്കുന്നവരുമാണ് അധികവും. ആണിനും പെണ്ണിനും ഒരുപോലെ അനുഗ്രഹം തരുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. പക്ഷെ 23 വയസ്സ് കഴിയുമ്പോഴേക്കും, 24 വയസ്സ് കഴിയുമ്പോഴേക്കും സുഖങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ആദിത്യദശയുടെ അലച്ചിലും പിന്നീട് അങ്ങോട്ട് കഷ്ടതകൾ, ആദിത്യദശ, പിന്നെ ചന്ദ്രദശ, പിന്നെ ചൊവ്വാദശ, രാഹുർദശ, വ്യാഴദശ, ഇങ്ങനെ ദശാകാലങ്ങൾ മാറി മാറി പോകുമ്പോൾ ആ 24 വയസ്സ് വരെ ഉണ്ടായിരുന്ന സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി കുറഞ്ഞ് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായി വന്നേക്കാം. എന്തായാലും 2025 ആദ്യം ഇവർക്ക് വളരെ നന്മകളായിരിക്കും. കാരണം മാർച്ച് 29 വരുന്ന ശനിയുടെ മാറ്റം ഇവരിലും 7.5 ശനി ആരംഭിക്കും. അതുപോലെ തന്നെ 7.5 ശനി ആരംഭിക്കാൻ മാത്രമല്ല, മെയ് മാസത്തിൽ വ്യാഴമാറ്റം വരുന്നതോടുകൂടി വ്യാഴം 3-ാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് പലതരത്തിലുള്ള കഷ്ടതകൾ വന്നു ചേരാം. അപ്പൊ വ്യാഴമാറ്റവും അതുപോലെ തന്നെ രാഹുകേതുക്കളുടെ മാറ്റവും ഒക്കെ ചെറിയ ചെറിയ പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായി വന്നേക്കാം. എന്നിരുന്നാലും പൊതുവെ പറഞ്ഞാൽ ആദ്യ മാസങ്ങളിലെല്ലാം നല്ല ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ 2-ൽ നിൽക്കുന്ന വ്യാഴവും അതുപോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങൾ തരുന്ന സമയമാണ്. അപ്പൊ തീർച്ചയായിട്ടും വീടന്തരീക്ഷം നല്ല സുതാര്യവും നീതിയുക്തമായ സംസാര ശൈലി ഉണ്ടാകും. വിദേശയാത്ര സഫലമാകും. സന്താന ഭാഗ്യമുണ്ടാകും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി നല്ല ജോലിയിൽ കയറാൻ സാധിക്കും. അംഗീകാരത്തിന് വഴിയൊരുക്കും. മനസ്സംതൃപ്തി ഉണ്ടാവും. അതുപോലെ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയ സാധ്യതകൾ ഉണ്ടാവും. ഇന്റർവ്യൂ, സന്ധി സംഭാഷണം ഇവയിലൊക്കെ വിജയിക്കും. എന്നാൽ വർഷാവസാനം പല വിധത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായി വന്നേക്കാം. കാരണം ആത്മവിമർശനത്തിൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടി വരും. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോവാതിരിക്കേണ്ടി വരും. അങ്ങനെ പല വിധത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വരും. എന്നിരുന്നാലും ദൈവാധീനമുള്ളവരായതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെയും ഗ്രഹനില പരിശോധിച്ച് ലഗ്നാധിപനെയും ദശാനാഥനെയും പ്രാർത്ഥിച്ചുകൊണ്ട് കാലാകാലങ്ങളിൽ പൂജകളും പ്രാർത്ഥനകളും ചെയ്ത് എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കുവാൻ എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും കഴിയട്ടെ.
അശ്വതി നക്ഷത്രം ഒരു നല്ല നക്ഷത്രമാണ്. ആ നന്മകൾ എന്നും അനുഭവിക്കുവാൻ ഭഗവതി ഇവർക്ക് അനുഗ്രഹം നൽകട്ടെ. ഗണപതി ഭഗവാൻ എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.